അപ്പൊ ഇന്നത്തെ നമ്മളുടെ ജോലിയെല്ലാം കഴിഞ്ഞു. അപ്പൊ ഇതാണ് നമ്മളുടെ ആ കമ്പോസ്റ്റ്. അപ്പൊ ഇന്ന് നമ്മളുടെ കമ്പോസ്റ്റ് കുറച്ച് നമ്മുടെ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണേ. ഇത് ചെടിയിലൊക്കെ വെണ്ടക്ക ഉണ്ട്. ഇനിയിപ്പോ ഇത് ഇട്ടിട്ട് വേണം വെണ്ടക്കായൊക്കെ എടുക്കാൻ. ഈ കമ്പോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ കമ്പോസ്റ്റ്. ഇത് ശരിക്കും ഓൾറെഡി ഇപ്പൊ ആയ കമ്പോസ്റ്റ് ആണ്. ഇതിപ്പോ നമുക്ക് ചെടികൾക്കൊക്കെ കൊടുക്കാം. ഇത് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, കണ്ട. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കൂടി കാണിച്ചു തരാം. ഇതൊക്കെ നമ്മുടെ പച്ചക്കറി, നമ്മുടെ കടകളിൽ നിന്ന് വരുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് ആണ്. അപ്പൊ നമ്മളുടെ ഇനോക്കുലം ഇത് ആദ്യം നമ്മൾ ഇതുപോലെ ഹോളുള്ള ഒരു ഏതെങ്കിലും ഒരു പാത്രം ഇതുപോലെ ഹോൾ ഇട്ട് എടുക്കുക. ഇതിലോട്ട് നമ്മൾ ഒരു 2 ഇഞ്ച് കനത്തിൽ നമ്മൾ ഈ ഇനോക്കുലം ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മുടെ ഈ പച്ചക്കറി വേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന്റെ പുറത്ത് നമ്മുടെ ഇനോക്കുലം ഇട്ട് കൊടുക്കുക. അതിന് പുറത്തിട്ട് നമ്മുടെ ഈ വേസ്റ്റ് കൂടി ഇതിന്റെ പുറത്ത് ഇനോക്കുലം ഇടുക. നമുക്ക് ഒരു ദിവസം നമ്മളുടെ കടയിൽ തന്നെ ഒരു 10 കിലോ വേസ്റ്റോളം നമുക്ക് വരും. അപ്പൊ 10 കിലോയാണ് നമ്മൾ ഈ ബക്കറ്റിലേക്ക് ഇടുന്നത്. അതിനകത്ത് 1 കിലോ ഇനോക്കുലം കൂടി ഇടണം. അപ്പൊ ഇതൊരു 30 ദിവസം ആകുമ്പോൾ ശരിക്കും നമ്മൾ ആദ്യം കാണിച്ച അതേ കമ്പോസ്റ്റ് ആയിട്ട് വരും. പ്ലാസ്റ്റിക്കും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്തുനിന്ന് മാറ്റണം. ഇനിയിപ്പോ ഈ വേസ്റ്റിന്റെ പുറത്തോട്ട് നമ്മൾ ബാക്കിയുള്ള 1 കിലോ ഇനോക്കുലം നമുക്ക് ഈ 10 കിലോ വേസ്റ്റിന് നമുക്ക് എല്ലാ ദിവസവും വേണം. ഇനി ഇതൊരു 30 ദിവസം ആവുമ്പോൾ നമ്മൾ ആദ്യം കാണിച്ച അതേ കമ്പോസ്റ്റ് ആയിട്ട് നമുക്ക് ഇത് കിട്ടും. അത് നമുക്ക് നേരിട്ട് നമ്മളുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാവർക്കും എല്ലാവരുടെയും വീടുകളിലും ചെയ്യാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ വരുന്ന വേസ്റ്റുകൾ, പച്ചക്കറി വേസ്റ്റ് ആണെങ്കിലും ഫുഡ് വേസ്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും ഇതുപോലുള്ള ഒരു ബക്കറ്റ് എടുത്തിട്ട് നമുക്ക് അതിനകത്ത് ഇതുപോലുള്ള കമ്പോസ്റ്റ് നമ്മുടെ വീട്ടിൽ തന്നെ നിർമ്മിച്ചെടുക്കാം. നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഇതിപ്പോ നമുക്ക് നമ്മുടെ അടുക്കളയിൽ വെച്ചിട്ടാണെങ്കിലും ഈ കമ്പോസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന്റെ കാരണം തന്നെ ഇതിന് ശരിക്കും പറഞ്ഞാൽ സ്മെല്ല് ഉണ്ടാകുകയില്ല. സ്മെല്ലില്ലാത്തൊരു സാധനം നമുക്ക് നമ്മുടെ വീടിനുള്ളിൽ വെച്ചിട്ട് നമുക്ക് ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. വീടിന് പുറത്ത് എങ്ങും വെക്കേണ്ട, അകത്ത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഈ കമ്പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.